എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുവിടാൻ വയ്യാത്ത ഒരു ഡിഷാണല്ലോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിളാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തൈര്. മീഡിയം പുളിയുള്ള തൈരാണ്. 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ടീസ്പൂണോ വെച്ചിട്ട് അതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന തൈര് പൈനാപ്പിളിൻ്റെ പുളി അനുസരിച്ചിട്ട് തൈരിൽ പുളി കൂട്ടുകയോ കുറയുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളൊരു പാനിലോട്ട് ഇതുപോലെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലോട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലോട്ട് പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളക് നടുവേ കീറിയതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം, അതായത് പൈനാപ്പിൾ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പൈനാപ്പിളിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 2 പച്ചമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്ന് 2 ടേബിൾ ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ തേങ്ങയുടെ ഒരു റോ ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു പച്ച മണം മാറുന്നത് വരെ ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ലോയിലോട്ട് മാറ്റുക. അതിന് ശേഷം നമ്മളിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ലോയിലോട്ട് തന്നെ മാറ്റിയിട്ട് ചെയ്തോളും. ഇനി നമ്മൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈരെല്ലാം പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൈനാപ്പിൾ കറിയിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ പൈനാപ്പിൾ പുളിശ്ശേരി. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്ത പൈനാപ്പിളിൻ്റെ പുളിക്കനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മളിത് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.